മണിപ്പൂരിൽ സാഹചര്യങ്ങൾക്ക് മാറ്റമില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ച് ജനങ്ങളെ കേൾക്കണമെന്നും രാഹുൽ ആവർത്തിച്ചു. മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളിൽ രാഹുൽ സന്ദർശനം നടത്തി. അസമിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയത്. റോഡ് മാർഗം മണിപ്പൂരിലെ ജിരിബാം ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ രാഹുൽ ചുരാചന്ദ്പൂർ, ബിഷ്ണുപൂർ ജില്ലകളിലെ ക്യാമ്പുകളിൽ കഴിയുന്ന അഭയാർത്ഥികളുമായി സംവദിച്ചു. വംശീയാക്രമണത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ താമസിക്കുന്ന ചുരാചന്ദ്പൂർ ജില്ലയിലെ തുബോങ് ഗ്രാമത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് രാഹുൽ ആദ്യമെത്തിയത്. ചുരാചന്ദ്പൂരിന് ശേഷം ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്റാങ്കിലുള്ള അഭയാർത്ഥി ക്യാമ്പിലും സന്ദർശനം നടത്തി. മൊയ്റാങ്കിലെ ഫുബാല ഹൈസ്കൂളിലുള്ള ക്യാമ്പിൽ വംശീയ സംഘർഷത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട കുട്ടികളുമായി സമയം ചെലവഴിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത്. മണിപ്പൂരിൽ നിന്ന് മടങ്ങും മുൻപ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 2 പാർട്ടി എംപിമാരുമായും മണിപ്പൂർ ഗവർണറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അസം ജനതയുടെ സൈനികനായി പാർലമെന്റിൽ പോരാട്ടം നടത്തുമെന്നും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രളയം നിയന്ത്രിക്കാനായി ദീർഘകാല പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കണമെന്ന് അസമിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധി എക്സിൽ പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.